എടാ മറ്റേ എൻട്രന്റെ മേലെ അവസാനമാണല്ലേ അമ്മുക്കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ അമ്മുക്കുട്ടി. സ്പെക്ക് മാറ്റിയ ദേവ്ജി നോക്കട്ടെ. അപ്പൊ ഞാൻ ടാബ് വെക്കാൻ പോട്ടെ. ബൈ. പപ്പു അല്ല, റൈസ് മെയിൻ ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിക്കിനെയാണ്. സത്യം പറഞ്ഞ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച ഒരു റേസായി ഞാൻ കണക്കിൽ ആക്കുന്നത് നിക്കിനെയാണ്. കാരണം അവന്റെ ഒരു ഡബിൾ സാഷൽ മൂവ്മെന്റ് ഉണ്ടായിരുന്നു ലാസ്റ്റത്തെ ഒരു കളി മെനിയന്റെ ടീമിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്ക്. ലവ്ലി അമേസിംഗ്. അതും അവന്റെ എല്ലാ ഫസ്റ്റ് ബ്ലഡും ഞാൻ തന്നെ ആയിരുന്നു. നീയാണല്ലോ എതിരെ കളിച്ചത്. എല്ലാ ഫസ്റ്റ് ബ്ലഡും. സോ ഒരു മിഡ് റഷ്, സ്പാർട്ടൻസിന്റെ ഒരു മിഡ് റഷ്, അത് പിത്തൽസ് കറക്റ്റ് കണ്ടുപിടിച്ച ഒരു ബ്ലൈൻഡ് അത് എറിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, മിഡിൽ ഒരു ഹാർഡ് മിഡ് റഷ് ഗൈസ്. ഓ വെജിറ്റ റെബലിനെ എടുത്തോണ്ട് പിക്ക്. വെജിറ്റ അടുത്ത പിക്ക്. വെജിറ്റ 3 പിക്ക് സൈറ്റിൽ സ്കൈഡാക്സിനെ ബില്ല പിക്ക് ചെയ്യുന്നു. ഫ്ലഫി 66 HP അതും കണ്ടുപിടിച്ചിരിക്കുന്നു. ഫ്ലഫി മാത്രം അടിക്കാൻ ഒരു കൂട്ടം പയ്യന്മാര് ഫക്കീറിനെ എടുത്തു. ഓ വെജിറ്റ മൈരോണിനെ എടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മുടെ നിയോൺ ടിമറ്റ് ആയിട്ട് കളിക്കുന്നത് നമ്മുടെ സഖിയാണ്, സ്വന്തം സഖി. ഇതുണ്ടോ, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് എല്ലാ ഭാഗത്തും ആളുണ്ട്. സക്കീറിന്റെ പെർസ്പെക്റ്റീവിൽ ഒരു നല്ല പിക്ക് ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൻ ആ പിക്ക് എടുത്തത്. അതെ, പൊക്കോണ്ടിരിക്കുന്നു. ആംഗിൾ ക്ലിയർ ചെയ്തില്ല. ബില്ലയുടെ വക നല്ലൊരു ഹെഡ് ഷോട്ട് ആയിരുന്നു അത്. നല്ല കളി. സോ ദ ഫസ്റ്റ് റൗണ്ട്, ദ പിസ്റ്റൽ റൗണ്ട് കിട്ടിയിരിക്കുന്നത് ടീം ആ ഒരു കണ്ണാടി ഗ്ലാസ് പൊട്ടിക്കുന്നു. ടീമിന്റെ പേര് പറഞ്ഞല്ലേ, റെനഗേറ്റ്സ്. എന്തിനാ കണ്ണാടി ഗ്ലാസ് പൊട്ടിച്ചെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം ഇല്ല. അതെന്തെങ്കിലും സ്ട്രാറ്റജിക്. ഇയാള് വലിയ കളിക്കാരനായതുകൊണ്ട് തന്നെ ഞാൻ കൂടെ പോലും കളിപ്പിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ ഒരാളാണ് സംസാരിക്കുന്നത്. അല്ല, ഞാനത് ഔട്ട് ഓഫ് ഫോം ആണ്, ഔട്ട് ഓഫ് ഷേപ്പ്. പിത്തൽജി, പിത്തൽ. ഓക്കെ, ഒരു നല്ലൊരു റിവീലാണ് നമ്മുടെ ഫേഡ് എറിഞ്ഞിരിക്കുന്നത് അവിടെ. സ്കൈഡാർക്സ് ബ്ലൈൻഡ് റബൽ മിഡിലൂടെ ഒരു പുഷ്. നിക്ക് ഡെഞ്ചാർ ഈഗിളിനെ പിക്ക് ചെയ്തിരിക്കുന്ന സൈറ്റ് കയറി. ആംഗിൾ ക്ലിയർ ചെയ്തു. നൈസ് പിക്ക് ബൈ. ഓക്കെ, ഫ്ലഫിയുടെ നൈസ് ഒരു പിക്ക്. അതൊരു 4v2 ആക്കി. അതൊരു പിസ്റ്റൽ റൗണ്ട്, അതായത് ഒരു സേവ് റൗണ്ട്, ഒരു ത്രിഫ്റ്റിയിലേക്ക് മാറുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അഗൈൻ ഒരു മിഡ് ട്രൈ, ബട്ട് നൈസ് ഷോട്ട്. ഒരു ത്രിഫ്റ്റി റൗണ്ട് ആയിരുന്നു. ലൈക്ക് അത് എടുത്തു പറയേണ്ടത് ബ്ലൈൻഡ് റിബൽ എന്ന് പറയുന്ന ആ ഒരു കിൽജോയുടെ ഗെയിം പ്ലേ തന്നെയാണ്. അവിടെ റെയ്നയായി കളിച്ച ഡെഞ്ചാർ ഈഗിളിനെ വിറ്റുകൊണ്ട് തുടങ്ങിയ ആ ഒരു കളി 3 പേരെ കൊന്നുകൊണ്ട് ആ റൗണ്ട് ത്രിഫ്റ്റിയിലേക്ക് എത്തിച്ചത് ബ്ലൈൻഡ് റിബൽ തന്നെയാണ്. എങ്ങനെയാ ഇത്രയും നേരം സംസാരിക്കുന്നത്? എന്റെ തൊണ്ട വരണ്ട ഇപ്പൊ തന്നെ. വെള്ളം കൂടി. ആ ഒരു വെടി ബില്ല് അപ്പൊ വെച്ചിരുന്നെങ്കിൽ പിത്തൽജിക്ക് കൊണ്ടുതന്നെ. ബക്കി പിത്തി അല്ല, പിത്തൽജി വിത്ത് ബക്കി വിത്ത് പിത്തൽജി. ബില്ല ഇതാ ആംഗിൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. ഒരു പിത്തൽജി തള്ളുമെന്നുള്ള പ്രതീക്ഷയിൽ സക്കിക്ക് കാലുറക്കുന്നില്ല. മുന്നോട്ടേക്ക് ഇനി മുന്നോട്ടേക്ക്. സൗണ്ട് കേട്ടു. സക്കി സൗണ്ട് കേട്ടിരിക്കുകയാണ്. താഴോട്ടിറങ്ങിയത് കേട്ടു. ഇതാ നല്ലൊരു ഫ്ലാഷ്. പക്ഷെ അത് പൊട്ടിച്ചിരിക്കുന്നു. ഫ്ലാഷ് അല്ല, റിവീൽ, റീകോൺ. റീകോൺ. സക്കി അത് വിദഗ്ധമായി പിന്നോട്ട് വലിഞ്ഞിരിക്കുകയാണ്. സക്കി നല്ലൊരു ആരും തന്നെ സൈഡിൽ കയറുന്നില്ല.
അടുത്ത ബക്കറ്റ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ബാക്ക് വലിഞ്ഞു. അത് Mid ൽ lurk ചെയ്ത് പോകുന്ന മാർഷൽ നിക്ക്. 30 seconds left. ഓക്കെ നൈസ് ഷോട്ട് ബൈ ഈഗിൾ ഗെയിമിംഗ്. എടാ പോയിന്റ് ടേബിൾ കാണിക്കണ ഇടയ്ക്ക്. നല്ലൊരു അയ്യോ പോയിന്റ് ടേബിൾ കാണിക്കുന്നുണ്ട്. നല്ലൊരു ഷെർഫ് വെച്ചൊരു പിക്ക് എടുത്തിരിക്കുന്നു. ആരായിരുന്നു അത്? വെജീറ്റ മേറോൺ. ഓടുന്നു. 10 seconds left. സൈറ്റ് പിടിച്ച സന്തോഷത്തിൽ ഗ്രേ വുൾഫ് Bomb grenade out. പക്ഷെ പറ്റിച്ചിരിക്കുകയാണ്. ഗ്രേ വുൾഫിന്റെ ബോട്ട് വന്നു. നല്ലൊരു ലൈനപ്പ്. ഒന്നും പറയാനില്ല. നല്ല കളി കളിച്ചോടെ ബ്ലൈൻഡ് റബൽ. ടിമറ്റിനെ ആദ്യം മുട്ടയിലിരുത്തി കറക്കിയതിന് ശേഷം മറ്റേ അലാം ബോട്ട് വെച്ച് നക്കിയതിന് ശേഷം പട്ടിക്കിട്ട് കൊടുത്തിരിക്കുകയാണ് ബ്ലൈൻഡ് റിബൽ. വല്ലാത്തൊരു പണ്ണല്ല. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ സക്കീറിന്. Thanks. ാണ് കറലി ടിമറ്റായിട്ട് കളിക്കുന്നത്. സക്കീറിന്റെ പോസ്പെക്റ്റിൽ അവിടെ ടർട്ട് ഇല്ല. ടിമറ്റിനെ ഒന്ന് കാണിക്കാവോ? ഓ ടിമറ്റ് ഇതാ സൈഡിന്റെ സെക്യൂർ ആയിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ സൈറ്റ് പിടിച്ചു കൊടുത്തിരിക്കുന്ന ആംഗിൾസ് ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു. ആയിരുന്നു എന്തായിരുന്നു Last player standing. ഓ സൈറ്റിലുള്ള ടിമറ്റിനെ സൈറ്റിലുള്ള ടിമറ്റിനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇല്ല എടുത്തു. ഇവിടെ ആംഗിൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ടി വി രായൻ ഇതാ എടുത്തു രായൻ വിത്ത് എ ചീക്കി ആംഗിൾ. ഈഗിൾ ഗെയിമിങ്ങിനെ തന്നെ എടുത്തിരിക്കുന്നു. അതെ എനിക്ക് മനസ്സിലായില്ല. ഗ്രേ വുൾഫ് അറിയില്ല. നിയോൺ വെച്ച് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ടിമറ്റ്. അത് ഇൻസ്പയർഡ് ആയിട്ടാണ് പുള്ളി കളിക്കുന്നത്. എന്നൊരു 5 വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു കളി നമുക്ക് കാണാനും ഉണ്ട്. ഇതാ പിത്തൽജിയുടെ അവിടുത്തെ ഹീറോയിക് ബൈ സ്പൈക്കുമായിട്ട് പോന്നു. റിവീൽ ആളെ കണ്ടു. ബ്ലൈൻഡ് റബൽ സെയിം പൊസിഷനിൽ വീണ്ടും ഡ്രോൺ വെച്ച് ടാഗ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ. ഓക്കെ ടിമറ്റ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. സ്വന്തം ടീമിന് ഒരു തവണ വെടിവെച്ച് നോക്കി. Spike down. ഇവിടെ ഫ്ലഫി വിത്ത് ആൻ ഓപ്പറേറ്റർ ഒരു 2v2 സിറ്റുവേഷൻ. ബാക്ക് സ്റ്റാബിൽ ഈഗിൾ ഗെയിമിംഗ് ഒരു ബാക്ക് സ്റ്റാബ് വരുന്നുണ്ട്. ഈഗിൾ ഗെയിമിംഗ് ബ്ലൈൻഡ്. ഓ മൈ ഗോഡ്. ഇവിടെ ക്ലോസ് ഉള്ള ആളെ എക്സ്പെക്ട് ചെയ്യുമോ ഇല്ലയോ? മോക്ക് ഓഫ് ചെയ്തു. കണ്ടു. നൈസ്. ഓക്കെ അവിടെ ഫ്ലഫി ഓപ്പറേറ്റർ മാറ്റി ഒരു ഷെരീഫ് കൊണ്ട് ആ പിക്ക് അത് ഫ്ലഫി തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്ക് മിസ്റ്റർ ഗാലക്സി നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ടിമറ്റ് ഒരു ഫ്ലിക് ഷോട്ട് സ്വന്തം ടീമിന് അടിക്കുന്നുണ്ടായിരുന്നു. ചെറുക്കി പേടിച്ച് സ്വന്തം ടീമിനെ അടിച്ച് പോയി സ്ലൈഡ് ചെയ്ത് തിരിഞ്ഞു നോക്കിയപ്പോ സ്വന്തം ടീം 2 അടി. ആളുടെ പെർസ്പെക്റ്റീവിൽ അതൊരു എനിമി ആയിരിക്കാം. ചിലപ്പോ കളർ മാറി കണ്ടതായിരിക്കാം. മേ ബി ഞാനും ഒത്തിരി തവണ ഇത് കണ്ടിട്ടുണ്ട്. പറയാൻ പറ്റൂല. ഞാനൊക്കെ മറ്റേ ടി പി അടിച്ച് ഓപ്പോസിറ്റ് ടീമിന്റെ കൂടെ കുറെ നേരം കളിച്ചിട്ടുണ്ട്. അവസാനം മനസ്സിലായത് അത് ഒപ്പോണന്റ് ആയിരുന്നു. അതെ വല്ലാത്തൊരു കളി തന്നെയായിരുന്നു സത്യം. ഓടാൻ കൂടുതൽ കഴിവുണ്ടായിട്ടും ടീമിന്റെ കൂടെ പതുക്കെ ഓടുന്ന ടിമറ്റ്, അത് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. അതെ ഇതാ വോക്ക് ചെയ്യുന്നു, ബാക്ക് ട്രാപ്പ് ചെയ്യുന്നു. അതെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഈഗിൾ ഗെയിമിംഗ് വീണ്ടും ഒരു സ്പെക്ട്രൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മളെ ടിമറ്റ്. എല്ലാരും റൊട്ടേറ്റ് ചെയ്യുന്നു. ഇൻഫോ കിട്ടിയെന്നത് ഒന്ന് ബീൽ പിത്തൽജിക്ക് വെളിയിൽ ഇറങ്ങാൻ വേണ്ടി ഒരു സ്മോക്ക്. അതെ ടിമറ്റ് പുഷ് ചെയ്യോ? ടിമറ്റിനെ എടുത്ത് മൂവ്മെന്റ് ഇടാൻ സമയം കൊടുത്തില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഫ്ലഫി അത് കളിക്കുന്നു. ഓക്കെ ഫ്ലഫി നൈസ് ഷോട്ട്. ആൻഡ്
അടുത്തൊരു Oh, again ഫ്ലഫിയുടെ ഒരു ഫ്ലഫിയുടെ ഒരു ace ആയിരിക്കും പോയത്. Ace. ഓക്കെ നല്ലൊരു റിവീൽ ബൈ മിസ്റ്റർ സ്കൈഡാർക്സ്. ഒരു അഗ്രസീവ് ഗെയിം പ്ലേ ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിത്തൽജിയുടെ ഒരു ചീക്കി പൂക്കി ആംഗിൾ. ആ കില്ല് എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞോണ്ട് പിത്തൽജി ഇതാ. അതെ ബാലൻ ലൈവ് ഇട്ടിട്ട് ജിമ്മിൽ പോയെന്നാണ് എല്ലാരും പറയുന്നത്. മറന്നുപോയി. കളി ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കാം പാല. ഒന്നുമില്ലെങ്കിൽ നീ ഒരു പഴയ ടീമറ്റ് ആയിരുന്നില്ലേ? അതെ അതെ അതെ. അടുത്തത് ഞാൻ പറയാം, ഇതൊരു സക്കി ക്ലച്ച് ആണ്. കാരണം ഇത് സക്കിയുടെ ഒരു അൾട്ര റൗണ്ട് ആണ്. അതെ അതെ അത് ഇത് നമുക്കൊരു സക്കി ക്ലച്ച് എക്സ്പെക്ട് ചെയ്യാം. ഇതൊരു പ്രോപ്പർ ക്ലച്ച് ആയിരിക്കും എന്ന് എനിക്ക് എന്റെ ഒരു മനസ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഒരു വലിയ ഇമ്പാക്ട് വരുത്താൻ പറ്റില്ലെങ്കിലും അൾട്ടിൽ നമുക്ക് പറയാൻ പറ്റൂല. ഇതാ 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 ബോൾ എടുത്തു. ഇതാ ആള് ഫ്രണ്ടിലോട്ട് പോയി, എന്നിട്ട് ബാക്കിലോട്ട് വന്നു. ആള് ഫ്രണ്ടിലോട്ട് വന്നു. ഏതാ അത്? ഫ്ലഫീനെ എടുക്കോ? ഫ്ലഫീനെ എടുക്കൂല. ഫ്ലഫീനെ എടുത്തു. നിക്ക് അവിടെ ഫ്ലഫീനെ എടുത്തു. അവിടെ ആള് ചാവുന്നതിന് മുന്നേ വേറെ ആംഗിൾ ഒക്കെ ക്ലിയർ ചെയ്യുന്നു. അതെ അതെ. ഇതാ ഇതാ ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒരു അൾട്ട് എന്തായിരിക്കും നമുക്ക് കാണാം. 2 1 HP പ്ലേയേഴ്സ്. Spike റേസ് planted. നമുക്ക് കാണാൻ കഴിയുമോ? ബാക്കിൽ നിന്ന് ആള് വരുമെന്ന് എക്സ്പെക്ട് ചെയ്തോണ്ട് തന്നെ ഈഗിൾ ഗെയിമിംഗ് അവര് ലോ HP ആയതുകൊണ്ട് തന്നെ ഡ്രേക്സി ഒരു ആംഗിൾ വിട്ടു കൊടുത്തിരിക്കുകയാണ്. രണ്ടുപേര് ലോ HP ആണ്. ഓപ്പ് എടുത്ത് സേവ് ചെയ്യാനായിരിക്കും കോൾ. അല്ല, അടിക്കുന്നവരെ അടിച്ചു തന്നെ തീർക്കണം. നൈസ് ഫ്ലിക്ക്. That's a precision shot. ഡ്രക്സി അൾട്ട് അടിച്ചു. Okay, ഡ്രേക്സി അൾട്ട് അടിച്ച് തിരിച്ചെടുത്തു. ലൈക്ക് അതൊരു വളരെ വലിയൊരു നല്ലൊരു കിടിലം ഫ്ലിക്ക് ഷോട്ട് ആയിരുന്നു സത്യം പറഞ്ഞാൽ. നിക്കിന്റെ നല്ലൊരു കളി. ഇവന്റ് ഒരു കില്ലേ ഉള്ളു. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു പ്ലെയർ എന്ന് വെച്ചാൽ ടിമറ്റ് മാത്രമാണ്. കാരണം ഈ ലോബിയില് അതെ അതെ. ആള് കളി തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് യൂട്ടിലിറ്റീസ് വെച്ച് അഭ്യാസം കാണിക്കുന്നുണ്ട്. പക്ഷെ കളി തുടങ്ങിയതിനു ശേഷം അഭ്യാസം വരുന്നില്ല. ഇതൊരു അൾട്ടായിരിക്കോ? ഇതൊരു അൾട്ടാണ്. ഇത് ടീമറ്റിന്റെ ഒരു അൾട്ടാണ്. നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊരു ടീമറ്റ് അൾട്ട് ആയിരിക്കുമോ? എല്ലാവരും പുഷ് ടീമറ്റ് ഫാൻസ് നിങ്ങൾ നിങ്ങളിത് കാണുക. എടുത്തിരിക്കുകയാണ്. ആദ്യം ഫ്ലഫി 2 പിക്കിന് എന്തിനെടുത്ത? അത് തന്നെ മറ്റേതാണെന്ന് എപ്പോഴേ പറഞ്ഞില്ലേ. ഓക്കെ, നിക്കിന്റെ ഒരു ഏസ് ആണോ ഇനി? അല്ല, കിട്ടുന്നവരെയൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞ നിക്കിന്റെ ഒരു വെടി. നിക്കിനെ ചേർത്ത് പണി, മതിൽ ചേർത്ത് പണി. ഇത് കത്തി. സ്കൈഡാർക്സിലുള്ള ഒരു വലിയ കത്തിയാണ്. സ്കൈഡാർക്സിന്റെ വലിയ കത്തി ഷോ ഓഫ് ചെയ്യുന്നു 3000 ആൾക്കാരുടെ ഫ്രണ്ടിൽ. 4000 പേരുണ്ട്. 4000 പേരുണ്ട് കൈന്റെ കത്തികൾ. ഇപ്പോ എടുത്തു ചാടി ചാവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വെജീറ്റ. എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, ഈ പ്രഷർ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും ചാടി മരിക്കണം എന്നുള്ള ഒറ്റ ചിന്തയിൽ വെജീറ്റ വിത്ത് റൈന. ഇനിയുമെങ്കിലും ടീമറ്റിന്റെ അൾട്ട് കാത്ത് നിങ്ങൾ ഇരിപ്പുണ്ടോ? ഞങ്ങൾ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ പറ ടീമറ്റ് എന്ന്. അതാ ബില്ല് ആംഗിൾ ക്ലിയർ ചെയ്യുന്നു. ടീമറ്റിന്റെ അൾട്ട് ആയിരിക്കുമോ? അതെ, ആയിരുന്നോ? അല്ല, കാണോ? നല്ലൊരു കളി സ്കൈഡാർക്സിന്റെ വകയും. പിത്തൽജി ഇതാ പിത്തൽജി എങ്ങ് വരുമോ? അതിപ്പോ ബാക്ക് സ്റ്റാർ ടിമറ്റ് ഫാൻസ് അസ്വസ്ഥരാണ്. Last player standing. നല്ലൊരു കൺകട്ട്. കാരണം വില്ലെ കണ്ടു. അതെ അതെ, ടിമറ്റിന്റെ ടീം ഒരു ടൈം ഔട്ട് വിളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മൊമെന്റം പൊക്കോണ്ടിരിക്കുകയാണ്. സത്യം ഒരു ടൈം ഔട്ട് ഓപ്റ്റ് ചെയ്യാം. ഇത് എന്തായാലും കാണാൻ കഴിയുന്നത് വെജീറ്റയുടെ ഒരു മനോവിഷമമാണ് നമ്മൾ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ആള് ഒരു 5 ഇഞ്ച് കസേരയ്ക്ക് മേലിൽ നിന്ന് ചാടി ചത്താലും കുഴപ്പമില്ല എന്നൊരു മനോവിഷമത്തിലാണ് ആള് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷം കണ്ടപ്പോ പോലും പുള്ളി വിഷമം പറയുന്നത് എന്നോടായിരുന്നു. അതെ അതെ, ടിമറ്റിന്റെ ഒരു അൾട്രൗണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങളോ?
അതെ ഇതൊരു അൾട്ട് തന്നെ. ഓ വാട്ട് എ ടൈമിംഗ്. അതാ ഫ്ലഫിയുടെ വക ഒരു കിടിലം ഓപ്പിംഗ്. ഇനി ആംഗിൾ ആരെങ്കിലും പീക്ക് ചെയ്യുമോ? ഇതാ രണ്ടുപേരും വിഫ് ചെയ്തേക്കുന്നു. നല്ലൊരു നല്ലൊരു ഷോട്ട്. നിക്കിന്റെ കളികൾ നമ്മൾ തിരിച്ചു കാണും എല്ലാരും. പിത്തൽജി വരുന്നു. പിത്തൽജി എടുത്തു. പിത്തൽജി എടുത്തില്ല. പിത്തൽജി അവിടെ പടം വരച്ചു. നിക്ക് പിത്തൽജീനെ അടിച്ചു. നല്ല ആംഗിൾ. ഓ ടിവി അറിയാതെ റീഡ് ചെയ്തെടുക്കുന്നു. രണ്ട് 1 HP പ്ലേയേഴ്സും TV രായനും. സോ സ്കൈഡാർക്സിൽ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരാൾക്ക് HP ഇല്ല, സക്കീർ 1 HP. പിത്തളിന്റെ ഒരു മോഡേൺ ആർട്ടാണ് നിങ്ങൾ അവിടെ കണ്ടത്. നിങ്ങൾക്ക് അതിലെ ലേലം വിളിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് ടൂർണമെന്റ് കഴിഞ്ഞിട്ട് പിത്തൾ വരച്ച പടം പങ്കുവെക്കുന്നതാണ്. നല്ലൊരു ഇതാണത്. ഇനി രണ്ട് 1 HP പ്ലേയേഴ്സ്. അവരൊരു കോണ്ടാക്ട് പിക്കിന് കളിച്ചില്ലെങ്കിൽ കളി അവരുടെ കയ്യിൽ നിന്ന് പോകും. അത്രയും ധൈര്യമുണ്ട് സ്കൈഡാർക്സിന്. സ്വന്തം ശരീരത്തിരിക്കുന്ന ആ ഒരു റിവീലിംഗ്, സൈഫറിന്റെ റിവീലിംഗ്, ആ ടെക്നോളജി അത് വെച്ച് കളിക്കാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണ് സ്കൈഡാർക്സ്. അതെ മറ്റേ സൈഫർ ക്യാമറയൊക്കെ എനിക്ക് വെറും ബബിൾ ഗം പോലെയാണ് എന്ന് സ്കൈഡാർക്സ്. പ്രാക്ടീസ് ചെയ്യുന്നു. ഈ റൗണ്ട് ഇറക്കാനുള്ള മൂവ്മെന്റ് ടാബ് അമർത്തി കാണിക്കണം. ഇത് ടിമറ്റിന്റെ അൾട്ട് ആയിരിക്കുമോ? ഇത് 7 വർഷമായി ഞാൻ കാത്തിരുന്ന ആ അൾട്ട് ഇതായിരിക്കും, ഇന്നായിരിക്കോ? ടിമറ്റിന്റെ അൾട്ടുള്ള കേസ് അവൻ മറന്നെന്നാ തോന്നുന്നു. ഒന്ന് പറഞ്ഞിട്ട് വരുവാരല്ലോ. ഇതാ പുഷ് ചെയ്തു. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബെയ്റ്ററായി മാറി കഴിഞ്ഞു ടിമറ്റ്. ഒരു ബെയ്റ്ററായി മാറിക്കഴിഞ്ഞു. എന്റെ ടീമിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ബെയ്റ്റ് ചെയ്യാനും മടിക്കില്ല, ഒന്നും ചെയ്യാതിരിക്കാനും മടിക്കില്ല. നമ്മള് കളിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാം. എന്റെ കളിയൊക്കെ ഇങ്ങനെ കൺഫേം ആയിട്ട് എല്ലാരും കാണുന്നത്. എന്റെ വിറ്റൊക്കെ കിടില കാണല്ലേ. അയ്യോ, അത് ഫ്ലഫിയുടെ ആംഗിളിലേക്ക് വരുവോ അവർ? ബില്ല എത്തി നോക്കുന്നത് ഫ്ലഫിക്ക് അല്ല. ഇതാ ഒരാള് ജൻ വഴി കേറിയിട്ടുണ്ട്. ഫ്ലഫി അറിഞ്ഞിട്ടില്ല. ഫ്ലഫിക്ക് അത് കിട്ടിയത് ഫ്ലഫിക്ക്. റീലോഡ് ചെയ്തു. ഇത് പിത്തൽജി ഫാൻസിന് വേണ്ടി പിത്തൽജി സമർപ്പിക്കുന്ന അഭിഷേകം. വർണ്ണാഭിഷേകോ? പിത്താഭിഷേകം. അതൊരു വലിയ കളികൾ. ഇനി കാണുന്നതെല്ലാം വലിയ കളികൾ മാത്രം. ഫ്ലഫിയുടെ ഒരു ഓപ്പ്. വീണ്ടും വെൽക്കം ബാക്ക് ടിമറ്റ്. ഒന്ന് പറയൂ, അവന്റെ ഒരു അൾട്ട് ഉണ്ടോ? ടിമറ്റിന്റെ വിഫ് ചെയ്യുന്നു. വീണ്ടും പിത്തുവിനെ അവിടെ റീഡ് ചെയ്യാണ്. അൾട്ടി റൗണ്ട് വീണ്ടും ഡിലേ ചെയ്തിരിക്കുകയാണ്. അവൻ അൾട്ടി വേണ്ട. ടീമിന്റെ ഇടയ്ക്ക് സ്വന്തം ടീമിനെ ഗൺ പോയിന്റ് ചെയ്യും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? സൈറ്റിൽ കയറാ. ടീമറ്റിനെ പാവം ടീമറ്റിനെ അത് പിത്തൽജി ടാർഗറ്റിംഗ് ആണത്. ദിസ് ഈസ് ടാർഗറ്റിംഗ്. അക്കി അറിയുന്നാരെങ്കിലും പുള്ളിയെ കൊണ്ട് അൽട്ട് പോപ്പ് ചെയ്യാൻ പറയണം. ഞങ്ങൾ കാണാനുള്ള കൊതി കൊണ്ടാണ്. പിത്തൽജി അൾട്ട് ഡിലേ ചെയ്തോ? മതി, നീ അൾട്ട് അടിച്ചത് മതി. ഞാനിവിടെ ഉണ്ട്, ക്യാൻസൽ ചെയ്യേ.
ക്യാൻസൽ ചെയ്യേ. അതായിരുന്നു പിത്തൽജിയുടെ കാൾ ഔട്ട്. സ്കൈഡാക്സ് ആംഗിൾ പിടിച്ചിരിക്കുന്നു, പിത്തൽജി ആംഗിൾ പിടിച്ചിരിക്കുന്നു. ഇവർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഇവിടെ തന്നെ കയറുന്നു. 30 റൊട്ടേറ്റ് seconds ചെയ്തു. left. 30 സെക്കൻഡ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു കമ്മിറ്റ് ആണ്. പിത്തൽജി ജഡ്ജുമായിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. പിത്തൽജി അടുത്ത ആംഗിൾ പിടിക്കുന്നു. അയ്യോ, രണ്ടാകൾ ചെറഞ്ഞു നോക്കുന്ന മുട്ടക്കളി സ്വന്തം ടീമിന്റെ മുട്ടക്കളി. ഞാൻ എന്തും ചെയ്യും. വെജീറ്റയുടെ ഒരു നൈസ് റിഫ്ലക്സ് ഷോട്ട്. വെജിറ്റമാരുടെ തൃക്കാവെടിയാണ് നമ്മൾ കണ്ടത്. ഇറ്റ്സ് ടു മച്ച് ഹോട്ട് ബ്രോ. നല്ലൊരു പ്ലക്കോ നരടി അടിച്ചിട്ട് മതി. ഇന്നൊരു വാണി മതി. പ്ലക്കോ മതി. വീണ്ടും ഇതുണ്ടോ, മൂവ്മെന്റ്സ് ഉണ്ടോ? ഓ മൈ ഗോഡ്, 11 റൗണ്ടിൽ അൾട്ട് ആയിട്ട് കൂടെ അൾട്ടിന്റെ ബലത്തിൽ അല്ലടാ ഞാൻ കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏവരുടെയും സ്വന്തം ടിമറ്റ്. എനിക്ക് തോന്നുന്നു ടിമറ്റ് ഇത് മനഃപൂർവ്വം 9-3 കേസ് മനഃപൂർവ്വം. എന്താണ് റിയൽ ഇല്ലാത്തവർ ഉപയോഗിക്കാനാണടാ അൾട്ട്, എനിക്കല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ടിമറ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. ആൾ അൾട്ട് സേവ് ചെയ്തതാണ് ഈ സൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു കസ്റ്റം ലോബിയിൽ ചീറ്റ് ഓൺ ആക്കി ടിമറ്റിന്റെ അൾട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇതാ പുഷ് ചെയ്യുന്നുണ്ട്. സീറ്റ് ഫ്ലഫി കേറി ബില്ല് ആംഗിൾ ഹോൾഡ് ചെയ്യുന്നത് ഒരു ഈസി സൈറ്റ് കമ്മിറ്റ് ആയിരുന്നു. അതൊരു സൈറ്റ് വിട്ടു കൊടുത്തു. ഇവർ റീടേക്കർ കളിക്കാന്നാ തോന്നുന്നത്. ഇതാ ഫ്ലഫി താഴത്തെ ഫൈറ്റ് മേടിക്കും. ഫ്ലഫിയും നിക്കും പടം വരച്ചു. ഓക്കെ, നിങ്ങൾ എവരും കാത്തിരുന്ന ടിമറ്റ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എറിഞ്ഞു. അടുത്തത് രായൻ. ഓക്കെ, ഫ്ലഫിയുടെ നല്ലൊരു കളി. ഫ്ലഫി കളിക്കുകയാണ്. ഫ്ലഫി ശരിക്കും കളിക്കുകയാണ്. എടുത്തിട്ട് പെണ്ണാതിരുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ കാണുന്ന നിക്കിന്റെയോ വെജിറ്റയുടെ കളി ഇതല്ല. ലൈക്ക് അത് അവര് ശരിക്കും ഒന്ന് പോപ്പ് ആവാനുള്ള ഒരു അവസരം കിട്ടാനിട്ടാണ്. ഓ ടിവി രായ് സം ലൈനപ്സ്. ഓ മൈ ഗോഡ്, എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? ഈ ട്രിപ്പിൽ ആരെങ്കിലും കുരുങ്ങുമോ? കണ്ടറിയാം. ഓക്കെ, റൗണ്ടിന് മുന്നേ ട്രിപ്പ് തീർത്തിരിക്കുകയാണ്. വീണ്ടും എടുത്തുകൊണ്ട് ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒരു എയ്സ് ആണ് നമുക്ക് കാണാം. ഒരു എയ്സ് ആണ് നിങ്ങൾ വിലയേറിയ സമയം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലിപ്പിനുള്ള മുതലാണ്. ആ ഒരു HP വെച്ചിട്ട് ആ ഒരു കണ്ണ് വെച്ച് രണ്ടുപേരെ നൈസായിട്ട് രായം പിക്ക് ചെയ്തിരിക്കുകയാണ്. സോ അതൊരു രായന്റെ സത്യം പറഞ്ഞ നല്ലൊരു പ്ലേ ആയിരുന്നു അവിടെ കണ്ടത്. ആക്ച്വലി നല്ലതാണെന്ന് അംഗീകരിക്കാൻ പഠിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഗൈസ്, കളി തുടങ്ങുന്നതിന് മുന്നേ എന്റെ സ്പെക്കിനോടുള്ള എന്റെ എളിയ അഭ്യർത്ഥന എന്ന് വെച്ചാൽ കളി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ടിമറ്റിനെ തന്നെ കാണിച്ചു തരാം. കാരണം നമുക്ക് ഈ മൊമെന്റ്സ് ഇപ്പോഴേ കാണാൻ പറ്റൂ. കളി തുടങ്ങുമ്പോ കാണാൻ പറ്റൂല, അതുകൊണ്ടാണ്. ഇതാ നല്ലൊരു തന്നെ വീണ്ടും നല്ലൊരു റീകോൺ. ഫ്ലഫി നോക്കിയിട്ട് റീകോൺ കാണുന്നില്ല. ഇഹലോകത്തേക്ക് പോയിരിക്കുകയാണ് റീകോൺ. പട്ടിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഫ്ലഫി. അത് വന്നു, ആ സാധനം വന്നു. റിവീല് ഫ്ലാഷ് പിത്തൽജി എങ്ങോട്ടാ പോയെന്ന് ഡ്രക്സിക്ക് പോലും മനസ്സിലായില്ല. പിത്തൽജി ബി ബൈ ഇതാ നല്ലൊരു വീണ്ടും എടുത്തിരിക്കുന്നു. ഒരു ഫ്ലോലസ് നല്ലൊരു കളിയായിരുന്നു അത്. ഇതൊരു മാച്ച് പോയിന്റ് ആണ് ഈ കളി. ടിമറ്റ് എന്തെങ്കിലും കാണിക്കുമോ? ടിമറ്റിന് 2 പിക്ക് എടുത്ത് 2 ഓർബ് എടുത്ത ടിമറ്റിന് വീണ്ടും അൾട്ട് ആവുന്നതായിരിക്കും. അങ്ങനെ അൾട്ട് ആവുകയാണെങ്കിൽ 2 സൈഡ് അൾട്ട് വന്നിട്ടും ഉപയോഗിക്കാത്ത ഒരാൾ എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കായിരുന്നു. What a wonderful moment.
I'm out of here. പക്ഷേ ഇതാ ടിബറ്റിന്റെ ഔട്ട് പ്ലേ. ഓ മൈ ഗോഡ്, ടിബറ്റിന്റെ ഫ്ലാഷ്. ടിബറ്റ് നിങ്ങളത് കാണിക്കുന്ന സമയമായിരിക്കുന്നു. ഓ ടിബറ്റിന് ചെയ്തു അവിടെ. പക്ഷെ സ്കൈ ഡാർക്സിന്റെ എല്ലാ യൂട്ടിലിറ്റീസും ചറപറ സൈറ്റിലേക്കും സിറ്റിയിലേക്കും സ്വന്തം സ്പോണിലേക്കും വരെ എത്തുന്നുണ്ട്. ഇതാ ഫ്ലഫി വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ഇതാ അത് തന്നെ ചെയ്തു, ഫ്ലഫി ചെയ്തു, ഫ്ലഫീനെ ചെയ്തു. Last player standing. ഇവിടെ ഈഗിൾ ബ്രോ എല്ലാവരെയും ചെയ്തു. Planted. ഡ്രേക്സി വെയിറ്റിംഗ് ഫോർ ഡ്രേക്സി. Oh my god. ഓക്കേ Attackers win. പണ്ണുണ്ടി. So guys, it was a nice game, GG game. Guys, അപ്പോൾ ഒരു നല്ലൊരു കളിയാണ് കളിച്ചത്. നമുക്കിപ്പോൾ നല്ല ഫാൻ ഫേവറേറ്റ് ഗൈസ്, ഫാൻ ഫേവറേറ്റ് ആരായിരുന്നു ടിബറ്റ് ലാസ്റ്റ് മാച്ചിലെ? ടിബറ്റ് കളി ജയിപ്പിച്ചു അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? അൺസ്റ്റോപ്പബിൾ അൺഡിഫീറ്റഡ്. ഈ അൺഡിഫീറ്റഡ് എന്ന് പറഞ്ഞാൽ കൺഫേം ആയിട്ട് തോക്കുന്നാണ് അർത്ഥം ഗൈസ്. നിങ്ങൾക്ക് അറിഞ്ഞോടാത്താണ്, അതിനങ്ങനെ ഒരു കേഴ്സ് ആണത്. ഗ്രേവുൾ ഫേവിംഗ് നേരെ നോക്കുകയാണെങ്കിൽ സ്കോർ ബോർഡിൽ താഴെയാണ്, പക്ഷെ തിരിച്ചു വെച്ചാൽ മേളിലാണ് ടിബറ്റ്. The most wanted player. Yes. ടിബറ്റ്. 2 പ്ലാന്റ് ഉണ്ട് കേട്ടോ, 3 കില്ലും. നീ നിന്റെ ഒരു കളി അല്ല എനിക്ക് ഇതൊക്കെ തന്നെ. ഞാൻ പിന്നെ വണ്ടി ഓടിച്ച് വന്ന് പെട്ടെന്ന് ഇതായപ്പോ